ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഗൈസ്, അപ്പോൾ അടിപൊളി ഒരു സ്ക്വാഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ജൂനിയർ, അതുപോലെ തന്നെ നെയ്മർ, എന്തായാലും അടിപൊളി കുറേ പ്ലേയേഴ്സ് ഉണ്ട്. സിൽവ, ഹക്കിമി, എന്തായാലും ഡിഫൻഡേഴ്സ് ആയാലും ഗോളി ആയാലും എന്തായാലും സീൻ തന്നെയാണ്. കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ഗൈസ്. ഈ ഒരു മാച്ച് എന്തായാലും സ്ക്വാഡ് അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഓൺലൈൻ മാച്ചിലേക്ക് കിടക്കാം. എന്തായാലും നമ്മുടെ സ്ക്വാഡ് ഞാൻ കുറച്ച് പ്ലേയേഴ്സിനൊന്നും എടുത്തിട്ടില്ല ഗൈസ്. എനിക്ക് എപ്പിക്കൊന്നും അടിച്ചില്ല, ഞാൻ എടുക്കാൻ നോക്കി. ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ സ്ക്വാഡിന്റെ കളിയും അതുപോലെ തന്നെ ഹാഫ് ടൈം ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളെടുത്ത മാനേജറൊക്കെ എങ്ങനെയും ജസ്റ്റ് ഈ വീഡിയോ താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഞാനതിനെ എടുത്തിട്ടില്ല. അപ്പോൾ ഗൈസ്, റൈസ്, വാൻഡിജിക്കും ഡിലേറ്റ് ഉള്ളത് കൊണ്ട് കുറച്ച് ഡിഫൻഡേഴ്സ് കുറച്ച് സീനായിരിക്കും ഗൈസ്. അതെനിക്ക് ഉറപ്പാണ്. കാരണം കഴിഞ്ഞ മാച്ചുകളിലൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. സിൽവ, നെയ്മർ ഗൈസ് എടുത്തിട്ടുണ്ട്. ജെറാഡ് ടു ഡിലേറ്റ് ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്കോളേഴ്സ്. ഇനി ഇവരെ വെട്ടാനുള്ള തന്ത്രങ്ങൾ നമ്മൾ മെനയണം ഗൈസ്. എംബാപ്പെ നല്ലൊരു ചാൻസ് ആട്ടോ എൻ്റെ മോനെ. ഗൈസ്, നമ്മുടെ ഗോള് നമ്മളെ സേവ് ചെയ്തിട്ടാണ്. എന്തായാലും 5-ാം മിനിറ്റിലല്ല ഇപ്പം തന്നെ ഗോൾ വല അവന്മാർ കയറ്റിയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും എംബാപ്പെ ഫസ്റ്റിന് ഷൂട്ട് എടുത്തിട്ടുണ്ട്. നൈസായിട്ടുള്ളൊരു ഷോട്ട്, അടിപൊളി ഗൈസ്. അപ്പോൾ എന്തായാലും ഒന്നുറപ്പിക്കാം. ഇപ്പോൾ കുറച്ച് കെട്ടിരിക്കുന്ന ഒപ്പോണ്ട് കുറച്ച് സീനുള്ള ഒപ്പോണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തൊക്കെ സംഭവിക്കുന്നത് ഗൈസ്. എൻ്റെ പേര് അത് എന്താ സംഭവിച്ചവിടെ? സ്കോളേഴ്സ് കറക്റ്റ് ക്രോസ് അടിച്ചാ നീ മെസ്സിയൊക്കെ അടിക്കുന്ന റൈസ് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. കാരണം ഡിഫൻഡേഴ്സിന് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റണോ, അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുക, നിങ്ങൾ കളിച്ചിട്ട് അറിയാലോ കൂടുതൽ എന്തെങ്കിലും നല്ല നല്ല ഡിഫൻഡേഴ്സിൻ്റെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഞാനിപ്പോൾ വെച്ചേക്കുന്ന കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി എന്തെങ്കിലും നമുക്ക് മാറ്റണേ നോക്കാം ഗൈസ്. അപ്പോൾ കേസ്ബറോയ്ക്ക് ഇട്ടിട്ടുണ്ട്, സ്കോളേഴ്സ് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ സിൽവ, ബെക്കംബർ കോസ്റ്റേട്ട ടു കേസ്ബറോ. ഗൈസ്, നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. നെയ്മർ, ഓക്കെ. ഹക്കീമി വരുന്നുണ്ട് കേട്ടോ. ഹക്കീമി ഗൈസ്. അപ്പോൾ രണ്ടാമത്തെ കോർണർ നിൽക്കും. അതൊരു ക്രോസ് കൊടുക്കാറൊന്നുമില്ല, പക്ഷെ അവിടെ കയറൂല ഗൈസ്. കാരണം എന്താ വെച്ചാൽ അപ്പുറം വാൻഡേജൊക്കെ ഉണ്ട്. അവനവിടെ നിന്ന് ഹെഡ് ചെയ്ത് കളിക്കും, അതുകൊണ്ട് പണി പാടും. കിമ്മിച്ച് നെയ്മർ ഗൈസ്. അപ്പം വെറുതെ ഒരു ഷോട്ടായിപ്പോയി, അങ്ങനെ കയറിയില്ല ഗൈസ്. അപ്പോൾ ഈ ഒരു ഗോളി നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നൊരു 3-ാമത്തെ പ്രാവശ്യം നമ്മൾ ഈ ഓൺലൈൻ മാച്ച് കളിച്ചിട്ട് വരുന്ന ഒരു ഗോളിയാട്ടോ. നമുക്ക് 3-ാമത്തെ പ്രാവശ്യമാണ് കാണാൻ പറ്റിയത്. ഡിലേറ്റ് ഗൈസ്, ഇവരൊരു പാസുകാരെ ആൾക്കാരാണ്. അതുകൊണ്ട് എന്താ പറയുക, നമുക്ക് അങ്ങനെ ത്രൂ പാസ് ഒന്നും വേണ്ടി വരില്ല. വാൽവെർഡെ കിട്ടിയിട്ടുണ്ട്, നല്ലൊരു ചാൻസ്. മെസ്സി, ഓക്കെ. ബാക്ക് പാസ് വാൽവെർഡെ, ഓക്കെ. ലെവൻഡോസ്കി, നല്ലൊരു ചാൻസ് ഉണ്ട്. അവിടെ എന്താ അമ്മര് കാണിച്ചേ? ബാക്ക് വരുമായിരുന്നല്ലോ ഗൈസ്. ഓക്കെ. ഹക്കീമി കണ്ടോ, ഇത് ഇങ്ങനെ പോയാൽ എവിടെയെങ്കിലും ഒരു ചാൻസ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. വാൽവെർഡെ ഗൈസ്. അപ്പോൾ ജൂനിയർ കിട്ടിയിട്ടുണ്ട്. റോഡ്രിഗർ, സ്കോളേഴ്സ്, വാനിജിക്ക്, ഓക്കെ. ഷോട്ട് ഗൈസ്. വീണ്ടും നെയ്മർ അടുത്ത ചാൻസിലേക്ക് ആവുമ്പോൾ നോക്കാം. ഓക്കെ. കോസ്റ്റേട്ടെ, കേസ്ബറോ, എടാ ഡിലേറ്റ് ഷോട്ട് ഗൈസ്. അപ്പോൾ അവിടെ ഒരു ഷോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും സിൽവ, ഓക്കെ. ചാൻസ് വരത്ത് കിട്ടിയിട്ടുണ്ട്. കിമ്മിച്ച്, ജെറാഡ്, ഓക്കെ. വാൽവെർഡെ, കേസ്ബറോ, ഓക്കെ. ബാക്കോട്ട് വരട്ടെ. വാൽവെർഡെ, ഓക്കെ. നല്ലൊരു ചാൻസ്. മെസ്സി, ഓക്കെ ഗൈസ്. കിട്ടിയിട്ടുണ്ട്. ലെവൻഡോസ്കി, ഈടാ 28-ാം മിനിറ്റിൽ മണിയാൻ. അതെന്താ ഗൈസ്, ഓഫ് സൈഡോ? നല്ലൊരു ചാൻസ് കിട്ടോ. എന്നെ നൈസ് ക്രോസിങ് ഗൈസ്. അപ്പം ഇപ്പം ട്രിക്ക് മനസ്സിലായില്ല. എന്തായാലും നമുക്കിപ്പം ഇനി ഇവരെ വെട്ടിക്കാനുള്ള കളി കളിക്കണം. ട്രിക്ക് ഏകദേശം നമുക്ക് ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന്. ഓക്കെ ഗൈസ്. അപ്പോൾ 28-ാം മിനിറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. ജെറാഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. സ്കോളേഴ്സ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. വീണ്ടും ഒരു ചാൻസ് നടക്കുന്നില്ല. ഓക്കെ ഗൈസ്. നെയ്മർ ബാക്കാട്ടോ, ഇവർ ബാക്ക് ഫുള്ള് കോസ്റ്റാട്ടെ, ഓക്കെ. ലെവൻഡോസ്കി, മെസ്സി കിട്ടിയിട്ടുണ്ട്. അടിച്ചു കളഞ്ഞല്ലോ. ഡിലേറ്റ്, ഓക്കെ. ഓക്കെ. വാനിജിക്ക്, ഓക്കെ ഗൈസ്. അപ്പം നോക്കാം കേട്ടോ. എംബാപ്പെ ടു റൈസ്, അല്ല ജെറാഡ് ഗൈസ്. അപ്പോൾ ജൂനിയർ, ഓക്കെ. കേസ്ബറോ, നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ക്രോസ് നടക്കുമോ ഗൈസ്? ഇല്ലടാ. റൈസ് ഗൈസ്. എംബാപ്പെ വീണ്ടും ഒരു ഇതിന് വരുന്നുണ്ട്. ഓക്കെ. റോഡ്രിഗർ, വാൽവെർഡെ, ഓക്കെ. ജെറാഡ്, ഓക്കെ. നെയ്മർ, നല്ലൊരു ചാൻസ് പോട്ടെ. ലെവൻഡോസ്കി, പോട്ടെ. എന്താടാ നല്ലൊരു പാസ്സായിട്ട് വരികയായിരുന്നു വാൻഡിജിക്ക്. ഗൈസ്, നല്ലൊരു ഇതായിട്ട് വരികയായിരുന്നു. അപ്പത്തേനും കിട്ടിയിട്ടുണ്ട് വീണ്ടും. ഓക്കെ. വാൽവെർഡെ, അത് വെറുതെ ആയിപ്പോയി. വാൻഡിജിക്ക് അടിച്ച് പുറത്തേക്ക് കളഞ്ഞു ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു പാസിങ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കറക്റ്റായിട്ട് അത് ത്രൂ പാസ് കൊടുക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്
ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും സബിലേക്ക് കിടക്കാം. ഓക്കെ, റാഷ്ഫോർഡിനെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഈ ഒരു പണ്ടത്തെ റാഷ്ഫോർഡ് നമ്മൾ വെക്കുമ്പോൾ നൈസാട്ടോ. എനിക്ക് കുറേ കളികളിൽ മാച്ചിൽ ഈ റാഷ്ഫോർഡിനെ വെച്ചിട്ടാണ് കൂടുതലും ഭാഗ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം എന്താണെന്നറിയില്ല, എനിക്ക് കൂടുതൽ മാച്ചുകൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഗൈസ്. അപ്പോൾ കിമ്മിച്ച് അവിടെ നിന്ന് ലാഗ് വന്ന് നോ ഗൈസ്. അപ്പോൾ കിമ്മിച്ചാണ്. ഓക്കെ, കിമ്മിച്ച്, മെസ്സി. ഓക്കെ, വാൽവെർഡെ ഗൈസ്. എന്തെങ്കിലും ട്രിക്ക് പറ്റുമോ നോക്കാം. മെസ്സി, വാൽവെർഡെ ടു ബാക്ക്, കിമ്മിച്ച് ഗൈസ്. അപ്പോൾ ഹാഫ് ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഷോട്ട് നോക്കുകയാണെങ്കിൽ അവരായിരിക്കും കൂടുതലും തോന്നുന്നു. യെസ്, ഷോട്ട് അവർ 2 കറക്റ്റ് ഷോട്ട് ടാർഗറ്റ് ഒന്നുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഫോറിനെ ഇറക്കാം. എനിക്ക് തോന്നുന്നു സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കിടക്കട്ടെ. അതുപോലെ തന്നെ വേറെ ആരും ഇപ്പോൾ സബ് നോക്കേണ്ട കാര്യമില്ല ഗൈസ്. അപ്പോൾ ഹാഫ് ടൈമിന് ശേഷം ഇനി എന്തൊക്കെ മാച്ച് നടക്കും നമുക്ക് കണ്ടു തന്നെ അറിയണം ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ ഇനി എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ജസ്റ്റ് വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. കേസ്മിറോ അതുപോലെ തന്നെ ഗൈസ് കുറേ പേര് പറഞ്ഞായിരുന്നു ഓൺലൈൻ ഞാൻ കമ്മ്യൂണിറ്റി ടാബ് ഇട്ടപ്പം കുറേ പേര് പറഞ്ഞായിരുന്നു നമുക്ക് എന്താ പറയുക യൂറോ കപ്പിൽ പോർച്ചുഗൽ ഇട്ടാൽ മതിയെന്ന്. അപ്പം നിങ്ങളുടെ അത് തന്നെയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇനി വരുന്ന വീഡിയോയിൽ ഉറപ്പായിട്ടും പോർച്ചുഗലിനെ സെറ്റ് ചെയ്തായിരിക്കും വീഡിയോ ചെയ്തിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഡിവിഷൻ മാച്ച് വേണോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഇതുപോലെ ഓൺലൈൻ മാച്ച് വെക്കണം. അതാകുമ്പോൾ കുറേ നല്ല നല്ല ഇതായിട്ട് കിട്ടും. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. മെസ്സി. ഓക്കെ, കിമ്മിച്ച്. ഓക്കെ ഗൈസ്, നല്ലൊരു ചാൻസ് ആവട്ടെ. മെസ്സി ഗൈസ്. ഇത് നമുക്ക് അടിക്കാം. വാൽവെർഡെ. ഓക്കെ, നല്ലൊരു ചാൻസ്. റാഷ്ഫോർഡ്. ഗൈസ്, ഗോള്. എൻ്റെ പറഞ്ഞാൽ പ്രതീക്ഷിക്കേണ്ട ഒരു ഗോള് വരില്ല അവിടെ ഗൈസ്. അപ്പോൾ അതൊരു അടിപൊളി പാസിംഗ് ആണ് കേട്ടോ. അസിസ്റ്റ് ചെയ്യുന്ന എന്തായാലും മെസ്സിയാണ്. മെസ്സി അല്ല, ആരാണ് മെസ്സി വെച്ച് വന്നതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ 51 മിനിറ്റിൽ ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ്. നല്ലൊരു വാൽവെർഡെ ആണ് തോന്നുന്നു ഗൈസ് അസിസ്റ്റ് ചെയ്തത്. അടിപൊളി ഒരു പാസ്. ഇതാണ് നമ്മുടെ കളി. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് വിചാരിക്കാം ഓപ്പോണന്റ് തിരിച്ചടിക്കില്ലായിരിക്കും. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഓപ്പോണന്റ് കുറച്ച് സീൻ തന്നെയായിരുന്നു. പക്ഷെ ഒരു ഗോൾ നമ്മൾ റാഷ്ഫോർഡിനെ വെച്ച് അടിച്ചു. ഞാൻ പറഞ്ഞില്ല ഭാഗ്യമുണ്ട് ഗൈസ്. അപ്പം അടിപൊളി തന്നെ ഗൈസ്. അപ്പോൾ ഇനി കാണാട്ടോ. ഇനി ഇതേപോലെ തന്നെ വാൻഡിജിക്ക്, അതുപോലെ തന്നെ പിന്നെ ആരാണ് ഡിലൈറ്റ്. ഇവർ 2 പേരെയാണ് നമ്മൾ വെട്ടിക്കേണ്ടത് ഡിഫൻഡേഴ്സിനെ. അപ്പം നമുക്ക് നോക്കാം. വേറെ ആരും സീന് വലിയ ഇല്ലാന്ന് തോന്നുന്നു. ഗോളി സീനിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സുഖം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും സബിലേക്ക് കിടക്കാം. ഇനി നമുക്ക് 2 സബും കൂടെ ലെഫ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ബ്രൂണോനെ വെക്കാം. അതുപോലെ ഇപ്പം ഇനി ആരെ ഇറക്കണ്ട ഗൈസ്, കാരണം സമയത്രയല്ലേ ആയിട്ടുള്ളൂ. ഇനി കുറച്ച് സമയമുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് എന്താ അന്നേരം ചെയ്യാം ഗൈസ്. അപ്പോൾ വീണ്ടും കിട്ടിയിട്ടുണ്ട് നെയ്മർ ടു റൈസ് ടു ഹക്കീമി. ഞാൻ കുറേ ആയിട്ടോ ഗൈസ്. പണ്ടൊക്കെ ഇറക്കിയതാണ്. ഡിലേറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. വീണ്ടും നല്ലൊരു ചാൻസ്. ഫോറൻ. ഓക്കെ, റാഷ്ഫോർഡ്. നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഗോള് പറ്റുമെന്ന് തോന്നുന്നു. എടാ ഗോളി പിടിച്ചടാ. മെസ്സി ടു. ഓക്കെ, കിമിച്ച്. ഓക്കെ, ക്രോസ്. മെസ്സി മേളിലേക്ക് പോയി. ന്യൂനോ എടുത്തിട്ടുണ്ട്. എന്തായാലും വരുന്നുണ്ട് കിമിച്ച്. ഓക്കെ, ബാക്ക് പാസ് ആടാ. റൈസ്. സ്കോളാർസ്. അതുപോലെ തന്നെ കേസ്മൻ കേട്ടോ. കേസ്മൻ നന്നായിട്ട് കളിക്കുന്നുണ്ട് ഗൈസ്. ഒരു ലാഗിങ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. മെഗലൻ. കേസ്മറോ ഗൈസ്. ഹക്കീമി ഗൈസ്. അപ്പം എന്തായാലും ഓപ്പോണൻ്റ് ഒരു പാസിങ് സ്റ്റേജ് ആണെങ്കിൽ നല്ല മാച്ചാട്ടോ. തിരിച്ചു വരുന്നുണ്ട്. എന്തായാലും ജെറാഡ്. ഫോർഡൻ. ഓക്കെ, റാഷ്ഫോർഡ്. നല്ലൊരു ചാൻസ് ആവട്ടെ. എടാ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവന്മാരും ഗൈസ് കിട്ടിയിട്ടുണ്ട്. ബ്രൂണോ ഫെർണാണ്ടസ് നല്ലൊരു ചാൻസാണ്. മെസ്സി ഗോളടിക്കാൻ പറ്റുമോ നോക്കട്ടെ. മെസ്സി ഡിലേറ്റ്. അവിടെ ഡിലേറ്റ് ഒരു പ്രശ്നമായി വന്നല്ലോ ഗൈസ്. സ്കോളാർസ്. ഓക്കെ, സിൽവ. ബ്രൂണോ ഫെർണാണ്ടസും സിൽവിയും ബെർണാൾഡോ ഗൈസ്. എംബാപ്പെ കിട്ടിയിട്ടുണ്ട്. അവസാന നിമിഷം പണിയാക്കിയിരുന്ന റോഡ്രിഗർ ഗൈസ്. അവിടെ ജൂനിയർ ഇപ്പോൾ പണിയാക്കിയാണ് നമുക്കിട്ട്. ഓക്കെ, റാഷ്ഫോർഡ്. എൻ്റെ മോനെ. മെസ്സി ഗൈസ്. വീണ്ടും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ചാൻസ്. മെസ്സി. അത് നമുക്ക് കിട്ടിയല്ലോ. ന്യൂണോ. എംബാപ്പെ ഗൈസ്. അത് കിട്ടുമെന്ന് തോന്നുന്നു. ഓക്കെ, ബ്രൂണോ ഫെർണാണ്ടസ്. കിമ്മിച്ച് അടിച്ചു കളഞ്ഞാൽ മതി ഗൈസ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇവന്മാർ പണിയാക്കാനുള്ള പരിപാടിയാണ്. ഹാഫ് ടൈം ഫുള്ള്. എൻ്റെ മോനെ. സ്കോളാർസ് കിട്ടിയിട്ടുണ്ട്. കേസ്മറ ബാക്ക്. ഓക്കെ ഗൈസ്. എടാ അത് അടിച്ചു കളയേണ്ട ആവശ്യമില്ല. നല്ലൊരു ചാൻസ് ആയിരുന്നല്ലോ. ബ്രൂണോ ഫെർണാണ്ടസ്. ജെറാഡ് ഗൈസ്. അത് ഇതാണ് പ്രശ്നം. ചില സമയത്ത് നമ്മൾ അറിയാനൊരു ഷോട്ട് കൊടുക്കും ഗൈസ്. ജെറാഡ്. ഓക്കെ ഗൈസ്. അങ്ങനെ ഇനിയിപ്പോൾ ഫുൾ ടൈം ആവാൻ പോവാണ്. എന്താണെന്ന് അറിയില്ല. ഫോറൻ. ഓക്കെ, റാഷ്ഫോർഡിന് കിട്ടിയിട്ടില്ല ഗൈസ്. ഹക്കീമി എടുത്തു ഗൈസ്. വീണ്ടും നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഷോട്ട് എടുക്കുന്ന സമയം എൻ്റെ മോനെ വീണ്. സ്കോളാർസ്. സിൽവ. നെയ്മർ.
ഏടാ കിട്ടിയിട്ടുണ്ട്. കിമ്മിച്ച് ഇനി അടിച്ചു കളയാൻ നടക്കും കേട്ടോ ഗൈസ്. അറ്റാക്കിങ് മെസ്സി, അത് വെറുതെ ആയല്ലോ. എംബാപ്പെ, ഓക്കെ ജൂനിയർ ഗൈസ്. എംബാപ്പെ വരുന്നുണ്ട്, അങ്ങനെ ഫുൾ ടൈം ആകാൻ പോവാണ്. ഗൈസ് പണിയാവരുത്, ഇനിയിപ്പോൾ വന്ന് കുടുങ്ങി പോകും നമ്മൾ. ഓക്കെ കിട്ടിയിട്ടുണ്ട് ജെറാർഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ മാച്ച് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടിപൊളി മാച്ചാണ്. നമ്മളപ്പോൾ ഒരു ഗോളിന് ജയിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് മീ, ബൈ.